നമസ്കാരം. ബൈബിളിലെ പ്രത്യേകിച്ച് വെളിപാട് പുസ്തകത്തിലെ ഏറ്റവും ശക്തവും അതേസമയം അല്പം കൺഫ്യൂസിംഗുമായ ഒരു ചിത്രത്തെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഒരു പ്രഭാഷണത്തെ അടിസ്ഥാനമാക്കി കർത്താവിന്റെ വായിൽ നിന്ന് വരുന്ന ആ വാളിന്റെ പിന്നിലെ രഹസ്യം എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ വാക്യമൊന്ന് നോക്കിക്കേ. കുതിരപ്പുറത്തിരിക്കുന്ന ഒരാളിന്റെ വായിൽ നിന്ന് ഒരു വാള് വരുന്നു, അതുകൊണ്ട് ബാക്കിയുള്ളവരെല്ലാം കൊല്ലപ്പെടുന്നു. കേൾക്കുമ്പോൾ തന്നെ ഒരുതരം വിചിത്രമായ ചിത്രമല്ലേ മനസ്സിലേക്ക് വരുന്നത്? എന്താണിത് സംഭവം? അപ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ വരുന്ന പ്രധാന ചോദ്യം ഇതാണ്: എന്താണ് ഈ വാൾ? ഇത് നമ്മൾ സിനിമയിലൊക്കെ കാണുന്നത് പോലത്തെ ഒരു സാധാരണ ആയുധമാണോ, അതോ ഇതിന് വളരെ ആഴത്തിലുള്ള മറ്റെന്തെങ്കിലും അർത്ഥമുണ്ടോ? നമുക്കിതിന്റെ ഉത്തരവൊന്ന് തേടി പോകാം. ശരി, അപ്പോൾ നമുക്ക് നമ്മുടെ വിശദീകരണത്തിന്റെ ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. ഈ വാളിന്റെ യഥാർത്ഥ സ്വഭാവം എന്താണെന്നാണ് ഈ പ്രഭാഷണത്തിൽ പറയുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നേരെ കാര്യത്തിലേക്ക് വരാം. ഈ വാളെന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ഒരു ഇരുമ്പ് വാളല്ല, മറിച്ച് അത് ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകളാണ്. അവന്റെ കൽപ്പനകൾ, അവന്റെ ശാപങ്ങൾ, അവന്റെ ന്യായവിധിയുടെ പ്രഖ്യാപനങ്ങൾ. അതാണ് യഥാർത്ഥ വാൾ. അതിന്റെ ശക്തി വളരെ വലുതാണ്. ഈ ഒരു ആശയം എവിടെ നിന്നാണ് വരുന്നതെന്ന് സംശയമുണ്ടോ? അതിന് കൃത്യമായൊരു ബൈബിൾ കണക്ഷനുണ്ട്. യെഹെസ്കേലിന്റെ പുസ്തകത്തിൽ ദൈവം അയക്കുന്ന ശിക്ഷകളെപ്പറ്റി പറയുന്നുണ്ട്. ക്ഷാമം, ദുഷ്ടമൃഗങ്ങൾ, മഹാമാരി, ഇതിനെയൊക്കെ ഒരു വാളെന്നാണ് അവിടെ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ സംഭവം ക്ലിയർ അല്ലേ? ഇത് അക്ഷരാർത്ഥത്തിലുള്ളൊരു വാളിനപ്പുറം ദൈവത്തിന്റെ ന്യായവിധിയാണ്. ഇനി ഈ വിഷയം ഒന്നുകൂടി വ്യക്തമാകാൻ ബൈബിളിൽ പറയുന്ന 2 തരം വാളുകളെപ്പറ്റി നമ്മളൊന്ന് മനസ്സിലാക്കണം. കാരണം ഇത് രണ്ടാണ്. ഒന്ന് പഴയ നിയമത്തിൽ നമ്മൾ കാണുന്ന ശരിക്കുള്ള വാൾ, മറ്റൊന്ന് പുതിയ നിയമത്തിൽ കാണുന്ന ഈ രൂപകപരമായ വാൾ. ഈ സ്ക്രീനിലേക്ക് നോക്കൂ. ഒരു വശത്ത് യോശുവയും ശമൂവേലുമൊക്കെ യുദ്ധത്തിനുപയോഗിച്ച ഉരുക്കുകൊണ്ടുണ്ടാക്കിയ ശരിക്കുള്ള വാൾ. മറുവശത്ത് യേശുവിന്റെ വായിൽ നിന്ന് വരുന്ന ദൈവവചനമെന്ന വാൾ. ഒന്ന് ഈ ഭൂമിയിലെ യുദ്ധങ്ങൾക്ക് വേണ്ടിയുള്ളതാണെങ്കിൽ മറ്റേത് ദൈവത്തിന്റെ അന്തിമ ന്യായവിധിക്കു വേണ്ടിയുള്ളതാണ്. രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യം: ഈ സംസാരിക്കുന്ന വാൾ ഉപയോഗിക്കാൻ ആർക്കൊക്കെയാണ് അധികാരം കൊടുത്തിട്ടുള്ളത്? ഈ പ്രഭാഷണത്തിൽ പറയുന്നത് പലർക്കും പല സമയങ്ങളിലായി ഈ അധികാരം ദൈവം കൊടുത്തിട്ടുണ്ട് എന്നാണ്. അപ്പോൾ ആരൊക്കെയാണ് ഈ വാൾ ഉപയോഗിക്കുന്നത്? പ്രവാചകന്മാർ, ദൂതന്മാർ, എന്തിനേറെ പറയുന്നു, ബാബിലോൺ രാജാവിനെപ്പോലുള്ള സാധാരണ രാജാക്കന്മാർക്കു വരെ ഈ അധികാരം കിട്ടിയിട്ടുണ്ട്. ഇനി ഭാവിയിൽ എതിർക്രിസ്തുവും ഈ വാൾ ഉപയോഗിക്കും. അതുപോലെ ആത്മീയ യുദ്ധം ചെയ്യാൻ വിശ്വാസികളുടെ കയ്യിലും ഒരു വാളുണ്ട്. അതാണ് ദൈവവചനം. ഇതിനൊരു മികച്ച ഉദാഹരണമാണ് യെഹെസ്കേൽ പുസ്തകത്തിൽ പറയുന്നത്. ഇവിടെ ദൈവം തന്റെ ന്യായവിധിയുടെ ഒരു ഉപകരണമായി ഒരു രാജാവിനെ ഉപയോഗിക്കുകയാണ്. അതായത് ബാബിലോൺ രാജാവിന്റെ കയ്യിലുള്ള വാൾ യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ വാളായി മാറുന്നു. എന്നിട്ട് അത് ഈജിപ്തിനെതിരെയുള്ള ശിക്ഷ നടപ്പാക്കുന്നു. ഇനി നമുക്ക്, അതായത് വിശ്വാസികൾക്ക്, ഇതെങ്ങനെയാണ് ബാധകമാകുന്നത് എന്ന് നോക്കാം. എഫെസ്യർ ലേഖനത്തിൽ ആത്മാവിന്റെ വാളിനെപ്പറ്റി പറയുന്നുണ്ട്. അതെന്താണ്? അത് ദൈവവചനമാണ്. ഇത് പക്ഷേ ആളുകളെ ശാരീരികമായി ഉപദ്രവിക്കാനോ കൊല്ലാനോ ഉള്ളതല്ല, മറിച്ച് തിന്മയുടെ ആത്മീയ ശക്തികളോട് പോരാടാനുള്ള ഒരു ആയുധമാണ്. ഇനി നമ്മൾ വരുന്നത് ഇതിന്റെ ഏറ്റവും ഗൗരവമേറിയ ഭാഗത്തേക്കാണ്. ആർക്കും തടയാൻ പറ്റാത്ത ആ അന്ത്യകാല ന്യായവിധിയെക്കുറിച്ചും അതിന്റെ തീവ്രതയെക്കുറിച്ചുമുള്ള ഒരു മുന്നറിയിപ്പാണത്. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ അവസാനത്തെ ന്യായവിധി ആരംഭിച്ചാൽ പിന്നെ ഒന്നിനും അതിനെ തടയാൻ കഴിയില്ല. അത് പൂർണ്ണമായും അതിന്റെ ലക്ഷ്യം കണ്ടിട്ടേ നിൽക്കൂ. ഇരമ്യാവിന്റെ പുസ്തകത്തിലെ ഈ വാക്യം ശ്രദ്ധിക്കുക. നശിപ്പിച്ചു തീരുവോളം ആ ഒരൊറ്റ വാക്ക് മതി ആ ന്യായവിധിയുടെ തീവ്രത എത്രത്തോളമുണ്ടെന്ന് മനസ്സിലാക്കാൻ. അത് തുടങ്ങിവെച്ചാൽ പൂർത്തിയാകുന്നതുവരെ തുടർന്നുകൊണ്ടേയിരിക്കും. ഈ ന്യായവിധിയുടെ ഭീകരത എത്രത്തോളമുണ്ടെന്ന് മനസ്സിലാക്കാൻ വെളിപാട് പുസ്തകത്തിലെ ഈയൊരു കണക്ക് മാത്രം മതി. 200 മൈൽ, അതായത് ഏകദേശം 320 കിലോമീറ്റർ ദൂരത്തേക്ക് കുതിരയുടെ കടിവാളത്തോളം ഉയരത്തിൽ രക്തമൊഴുകുമെന്ന് ഒന്നോർത്തു നോക്കൂ. ആ നാശത്തിന്റെ വ്യാപ്തി നമുക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല. ഇത് അക്ഷരാർത്ഥത്തിലാണോ പ്രതീകാത്മകമാണോ എന്നതിനപ്പുറം അതിന്റെ സന്ദേശം വളരെ വ്യക്തമാണ്: സമ്പൂർണമായ ഒരു നാശം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, ദൈവത്തിന്റെ ന്യായവിധിയുടെ വാൾ ഒരിക്കൽ പുറപ്പെട്ടാൽ അതതിന്റെ ലക്ഷ്യം കാണാതെ തിരികെ വരില്ല. അത് മാറ്റാൻ പറ്റാത്ത, ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വിധിയാണ്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം സംസാരിച്ചതെന്ന് ഒരു കാര്യം ഉറപ്പാണ്: കർത്താവിന്റെ വായിൽ നിന്ന് വരുന്ന വാൾ എന്നത് അവന്റെ മാറ്റമില്ലാത്ത, തടയാനാവാത്ത ന്യായവിധിയുടെ വചനമാണ്. അത് ചരിത്രത്തിലുടനീളം പലരിലൂടെ പ്രവർത്തിച്ചിട്ടുണ്ട്. അവസാനം ഒരു അന്തിമ വിധിയായി വരാനിരിക്കുന്നു. പക്ഷേ ഇതെല്ലാം കേട്ടുകഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ അവശേഷിക്കുന്ന ഏറ്റവും വലിയ ചോദ്യം ഇതാണ്: ഈ ന്യായവിധി ആർക്കൊക്കെയാണ് ബാധകമാകുന്നത്? ആർക്കെതിരെയാണ് ഈ വാൾ വരുന്നത്?
ഈ ചോദ്യത്തിനുള്ള ഉത്തരം നമ്മൾ ഓരോരുത്തരുമാണ് കണ്ടെത്തേണ്ടത്.